ആ ഒരു പോയിന്റിൽ ലോകത്തുള്ള മുഴുവൻ പേരും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എല്ലാവരും കേട്ടത്. അതായത് ആ കേവിലൂടെ പെട്ടുപോയ അത്രയും കുട്ടികൾ ജീവനുണ്ട്, ഒരാൾക്കും ഒരു കുഴപ്പമില്ലാതെ അവരെല്ലാവരും പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന കാര്യമായിരുന്നു ആ ഒരു പോയിന്റിൽ ലോകം മുഴുവൻ കേട്ടത്. ആ ബ്രിട്ടീഷ് റെസ്ക്യൂവേഴ്സില്ലേ, അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു അത്രയും പെട്ടെന്ന് ആ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അവരങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ സമയം എടുത്തിട്ട് ആരെങ്കിലും കുട്ടികളെ കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ കിട്ടാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടാവും. ആ ബ്രിട്ടീഷ് റെസ്ക്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്രയും പെട്ടെന്ന് ആ കുട്ടികളെ കിട്ടിയത്. പക്ഷേ ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് ആ കുട്ടികളെ കണ്ടെത്തിയെങ്കിലും ആ ഡൈവേഴ്സിൽ ഒരാൾക്ക് പോലും, പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് ഡൈവേഴ്സിന് പോലും ഇവരെല്ലാവരെയും പുറത്തെങ്ങനെ എത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിൽ ആ കുട്ടികളെ പുറത്തെത്തിക്കാനായിട്ട് കുറേ ഓപ്ഷൻസ് ഇവരെ കയ്യിലുണ്ടായിരുന്നു. അതിലുള്ള ഒരു ഓപ്ഷനായിരുന്നു ഈ കുട്ടികളിലെ ഉള്ളിലെ കുട്ടികൾ, ആ കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും ഡൈവിങ് പഠിപ്പിച്ചിട്ട് അതിനുശേഷം ഇവരെ പുറത്തെത്തിക്കുക. ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടാവും, അവരെല്ലാവരും ഇങ്ങനെ ഡൈവിങ് ചെയ്യുന്ന എല്ലാ കാര്യവും പഠിപ്പിച്ചിട്ട് എല്ലാവരും കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അത് പ്രകാരം എല്ലാ കുട്ടികളും നീന്തിയിട്ട് പുറത്തെത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമായിരുന്നു ആ ഒരു കേവില്ലേ, അത് ഡ്രില്ല് ചെയ്തിട്ട് ഒരു എലിവേറ്റർ സെറ്റ് ചെയ്തിട്ട് അതുവഴി എല്ലാ കുട്ടികളും പുറത്തെത്തിക്കുക. 2010 ചൈനയിലെ ചിലിയിൽ ഒരു മൈനിൽ എല്ലാവരും കുടുങ്ങിയ സമയത്ത് ഇതുപോലെ ഡ്രില്ല് ചെയ്തിട്ട് ഒരു എലിവേറ്റർ സെറ്റ് ചെയ്തിട്ട് അതുവഴിയായിരുന്നു എല്ലാവരും എത്തിച്ചത്. അതിനുശേഷം മൂന്നാമത്തെ ഒരു ഓപ്ഷനായിരുന്നു ഈ മഴക്കാലമല്ലേ, ഇപ്പോൾ തുടങ്ങിയ മഴക്കാലം അത് കുറയുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറയാൻ കാരണം അവർക്ക് കുട്ടികളില്ല, ഉള്ളിലെ കുട്ടികൾ അവർക്ക് എല്ലാവർക്കും മാക്സിമം അവർക്ക് ആവശ്യമുള്ള ഫുഡ് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ഡൈവേഴ്സും സുഖമായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് എത്തിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ മഴക്കാലം തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഈ കുട്ടിയുടെ സുഖമായിട്ട് പുറത്തെത്തിക്കാൻ പറ്റും എന്നായിരുന്നു അവർ മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞത്. ഈ റെസ്ക്യൂ മിഷൻ കാണുന്നവർക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ ഓപ്ഷൻസൊക്കെ അല്ലേ, ഈ 3 ഓപ്ഷൻസൊക്കെ പറഞ്ഞില്ലേ, ഈ 3 ഓപ്ഷൻസ് ഒരിക്കലും റിയലിസ്റ്റിക്കലി പോസിബിൾ അല്ല. ഈ 3 ഓപ്ഷനും പോസിബിൾ അല്ല. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞില്ലേ, ഈ കുട്ടികളെ ഇൻസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് നീന്താൻ പഠിപ്പിച്ചിട്ട് പുറത്തെത്തിക്കാന്ന് പറഞ്ഞില്ലേ, അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഈ ഡൈവേഴ്സില്ലേ, ഈ ഡൈവേഴ്സിന് പോലും, ഇത്രയും എക്സ്പെർട്ടായ ഡൈവേഴ്സിന് പോലും ആ കേവിനുള്ളിൽ നിന്ന് പുറത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്കൊന്നും കഴിയുന്നില്ല. പക്ഷേ ഈ കുട്ടികൾ അവരെ നീന്താൻ പഠിപ്പിച്ചിട്ട് അവരെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. പ്രത്യേകിച്ച് ആ കുട്ടികളിൽ കുറേ പേർക്ക് നീന്താൻ അറിയില്ല, കുറച്ച് പേർക്ക് നീന്താൻ കഴിയില്ല. കാരണം ഇവർ കുറേ ദിവസമായിട്ട് ഫുഡും ഇതൊന്നും ഇല്ലാതെ ഭയങ്കര അവശരായിട്ട് കിടക്കുകയാണ്. ഫുഡ് മാത്രമല്ല, ഉറക്കമില്ല ഇവർ മര്യാദയ്ക്ക്. ഈ ഒരു അവസ്ഥയിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഡൈവിംഗ് പഠിപ്പിച്ചിട്ട് പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. പിന്നെ ഈ കേവ് പറയുന്ന പോലെ ഭയങ്കര ഈസിയായ ഒരു കേവ് ഒന്നുമില്ല. കുറേ സ്ഥലത്ത് ഭയങ്കര ഇടുങ്ങിയ വഴിയും അതുകൂടാതെ തന്നെ ഭയങ്കര ഇരുട്ടും. ആ വരുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടായാൽ അവരുടെ മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഓപ്ഷനായ ഈ ഡൈവിംഗ് പഠിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിളായ കാര്യമാണ്. രണ്ടാമത് പറഞ്ഞാൽ ആ ഒരു ഡ്രില്ലിംഗ് ഓപ്ഷനല്ലേ, ആ ഡ്രില്ലിംഗ് ഓപ്ഷൻ ശരിക്കും ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം ഈ ചൈനയിലെ ചിലിയിൽ ചെയ്ത് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ആ ചൈനയിലെ ചിലിയിൽ മൈനിൽ കുടുങ്ങിയ ആ വർക്കേഴ്സിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് അവർ പുറത്തെത്തിക്കാൻ അവർക്ക് വേണ്ടി വന്നത് ഏകദേശം 7 ആഴ്ച സമയമാണ്. ഇവിടെ നമ്മുടെ തായ് കേവ് റെസ്ക്യൂവിൽ അവിടെ ഡ്രില്ല് ചെയ്തിട്ട് ആ കുട്ടികളെ പുറത്തെത്തിക്കണമെങ്കിൽ ആ കുട്ടികൾക്കും ആ ഗ്രൗണ്ടിനിടയ്ക്ക് കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അത്രയും കിലോമീറ്റർ താഴെയാണ് അവരെല്ലാവരും ഉള്ളത്. അതുകൂടാതെ അവരിടയിൽ ഭയങ്കര വലിയ പാറകളൊക്കെ ഉണ്ട്. ശരി, എന്നാലും കൂടെ അവർ ആ ഡ്രില്ല് ചെയ്ത് പുറത്തെത്തിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് അവർ എക്സാക്റ്റ് പോയിന്റ് ഡ്രില്ല് ചെയ്തിട്ട് താഴെ എത്തിക്കാനുള്ള ഒരു എക്സാക്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇമ്പോസിബിളായ കാര്യമാണ്, അതിനൊരിക്കലും കഴിയില്ല. അവസാന ഓപ്ഷനായ ഈ മഴക്കാലം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഈ ഓപ്ഷൻ ഇത് നേരത്തെ പറഞ്ഞ ഓപ്ഷനില്ലേ, അതുള്ളതിനേക്കാളും ഒരു ഡേഞ്ചർ ഓപ്ഷനാണ്. കാരണം ആ കേവിനുള്ളിലെ ഓക്സിജൻ അല്ലേ, അവർ നിൽക്കുന്ന ആ ചേമ്പൽ ഓക്സിജൻ അത് അപകട അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, ദിവസം കഴിയുന്തോറും ഭയങ്കര താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരത്തേക്ക് അവർക്കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ മഴക്കാലം തുടങ്ങിയിട്ടുള്ളൂ, ആ മഴക്കാലം തുടങ്ങിയിട്ട് അവസാനിക്കാൻ ഇനി മാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേവിനുള്ളിൽ അവർ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ നേരത്തെ പറഞ്ഞില്ല, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു നേവി സീൽ വന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞില്ല, സമൻ കുനൽ, അദ്ദേഹം ആ റെസ്ക്യൂ ഓപ്പറേഷൻ ഇടയിൽ മരിച്ചു പോയിരുന്നു. ഈ ഒരു കാര്യം, ഈ ഒരു റെസ്ക്യൂ മിഷൻ എത്ര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്തിരുന്നു. അത്ര റിസ്ക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോയിന്റിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ കയ്യിലുണ്ടായിരുന്നില്ല. ഈ കുട്ടികളെ ഇങ്ങനെ പുറത്തെത്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ കുറേ ഇൻസൈൻ ആയിട്ടുള്ള ഒരു പൊട്ട ഐഡിയ ഒരാളുടെ മനസ്സിലേക്ക് വന്നു. അതായത് ഉള്ളിലെ കുട്ടികളെ അവരെ സെഡേറ്റ് ചെയ്തിട്ട്, അതായത് ബോധം കെടുത്തിയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് എല്ലാവരും പുറത്തെത്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡൈവേഴ്സിനും ആ കുട്ടികൾക്കും ഒരു ഡേഞ്ചറും ഇല്ല. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന് റിക്ക് അദ്ദേഹം തോന്നിയിരുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഒരു ഓസ്ട്രേലിയൻ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് ആയിരുന്നു, അദ്ദേഹത്തിനോട് ഈ ഒരു ഐഡിയ റിക്ക് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഭയങ്കര റിസ്ക്കുള്ള ഒരു ഓപ്ഷനാണ്, ഇതൊരിക്കലും ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ കുട്ടികൾ സർവൈവ് ആകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ചെയ്യരുതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ
ഓസ്റ്റിൻ ഡോക്ടർ, അദ്ദേഹം ഒരു അനസ്തീഷ്യോളജിസ്റ്റാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിലും ആ ഒരു പോയിന്റിൽ ട്രാവൽ ചെയ്തിട്ട് ആ തായ്ലാൻഡിലെ കേവിൻ്റെ അങ്ങോട്ടേക്ക് അദ്ദേഹം വന്നിരുന്നു. പക്ഷേ അങ്ങനെ കേവിൻ്റെ ആ ലൊക്കേഷൻ എത്തിയ അദ്ദേഹം ആ റിക്കിൻ്റെ ഫ്രണ്ടായ ഹാരിസിലെ ഡോക്ടർ ഈ സെഡേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം ആ ഒരു പ്ലാന് സമ്മതിച്ചു. അങ്ങനെ സമ്മതിക്കാൻ കാരണം റിസ്ക് ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ പ്ലാൻ മാത്രമേ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പ്ലാന് അവർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ലോകത്ത് പല ഭാഗത്തു നിന്നും എക്സ്പേർട്ടായിട്ടുള്ള കുറേ ഡൈവേഴ്സ് ആ കേവിന് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സ്പേർട്ടുള്ള ഡൈവേഴ്സിൻ്റെ കീഴിൽ ആ 2 ബ്രിട്ടീഷ് ഡൈവേഴ്സില്ലേ, അവരുടെ കീഴിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഒരു എക്സ്പേർട്ടുള്ള ടീം ഫോം ചെയ്തിട്ട് അവർ ആ കുട്ടികളെ എങ്ങനെ പുറത്തെത്തിക്കുന്ന കാര്യത്തിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ സെറ്റ് ചെയ്ത പ്ലാനായിരുന്നു ആ കുട്ടികളെ ഫസ്റ്റ് ആ ഒരു പോയിന്റിൽ പോയിട്ട് ആ കുട്ടികളെ ആദ്യം 2 ഷോട്ട് ഈ സെഡേഷൻ കൊടുത്തിട്ട് ബോധം കെടുത്തുക. അതിനുശേഷം അവർക്ക് ഒരു എയർ പ്രഷർ മാസ്ക് ഇട്ട് കൊടുത്തിട്ട്, ഈ ഒരു മാസ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എക്സ്ട്രാ അവർ പോകുന്ന സമയത്ത് എങ്ങനെ വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ എയർ പ്രഷറിലെ ആ വെള്ളം റിമൂവ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ മാസ്ക് കറക്റ്റായി നിൽക്കുവാണെങ്കിൽ അവർക്ക് വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വെറ്റ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്യൂട്ട് ഇട്ട് കൊടുക്കുക. ആ ഡൈവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്യൂട്ടാണ്. ആ സ്യൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാസ്ക് ഫിറ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ ഒരു 80% നിറഞ്ഞിരിക്കുന്ന ഒരു ഓക്സിജൻ സിലിണ്ടർ അവർ നെഞ്ചിൽ സെറ്റ് ചെയ്യും. അതിനുശേഷം അവരെല്ലാവരെയും ഒരു ഡൈവേഴ്സിനൊപ്പം നിർത്തും. പിന്നെ അവസാനമായിട്ട് അവരെ കൈ 2 കൂടെ പുറകിലേക്ക് വെച്ച് കെട്ടും. അങ്ങനെ കെട്ടാൻ കാരണം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ കുട്ടിയുടെ കൈ അങ്ങനെ തടഞ്ഞ് വേറെ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാലും വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ കെട്ടിയിരുന്നത്. അതിൻ്റെ അവസാന പോയിന്റിൽ ഈ ഡൈവേഴ്സിനെ ഓരോരുത്തരെ വെച്ചിട്ട് ഓരോ കുട്ടികളെയും അവരൊപ്പം വെച്ച് കെട്ടും. അങ്ങനെ കെട്ടാൻ കാരണം ഈ പോകുന്ന വഴിക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വഴിയാണ്, ഒഴുക്കും പാറയും എല്ലാം ഉണ്ട്, കൂടെ ഇരുട്ടും. ഇങ്ങനെ കുട്ടികൾ മിസ്സാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ ഒരു പോയിന്റിൽ ഇവരിങ്ങനെ കെട്ടിയത്. ഇനിയിപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നും ആ കുട്ടികളുടെ എല്ലാവരുടെയും ജീവൻ ആ ഡൈവേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ആ കുട്ടികളെ ആ കേവിനെ ആ ഒരു വഴി കൊണ്ടുവരുന്ന സമയത്ത് കംപ്ലീറ്റ് ഡൈവ് ചെയ്ത് പോകാൻ കഴിയില്ല. ആ ഒരു പോയിന്റിൽ കുറച്ച് ദൂരത്തിൽ നടന്ന് വന്നിട്ട് ശേഷമാണ് ആ കുട്ടികളെ വെള്ളത്തിൽ കടത്തിയിട്ട് പിന്നീട് ഡൈവ് ചെയ്ത് പോകുന്നത്. ആ ഒരു പോയിന്റ് വരെ എല്ലാ കുട്ടികളെയും ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അതിൽ കിടത്തി അങ്ങനെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം ഇവിടെ ഏറ്റവും ഡേഞ്ചറാன ഒരു പോയിന്റ് ആയിരുന്നു ഈ കൊടുത്ത സെഡേഷനിലെ 2 ഡോസ് സെഡേഷൻ. ആ 2 ഡോസ് സെഡേഷൻ ഈ കംപ്ലീറ്റ് ജേർണിക്കും അവർക്ക് തികയില്ല. ആ ഒരു പോയിന്റിൽ ഇവർ ഡൈവ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ എക്സ്ട്രാ ഒരു സിറിഞ്ചും അതിൽ സെഡേഷൻ ഉണ്ടാവും. ആ ഡൈവേഴ്സ് എല്ലാവരും അത് പഠിക്കുകയും ചെയ്തിരുന്നു, എങ്ങനെ ഇത് സെഡേഷൻ കൊടുക്കാമെന്ന കാര്യം പഠിച്ചിരുന്നു. ആ ഒരു പോയിന്റിൽ രണ്ട് ഡോസ് കൊടുത്തില്ല. ആ ഒരു പോയിന്റ് വെച്ചിട്ട് 2 ഡോസ് സെഡേഷൻ തീരും. ആ സമയത്ത് ഇവരെ കയ്യിലുള്ള എക്സ്ട്രാ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വീണ്ടും ഈ കുട്ടികൾ സെഡേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇവർ കംപ്ലീറ്റ് അൺകോൺഷ്യസ് ആയിരിക്കും. ഇങ്ങനെ വെള്ളത്തിനിടയിൽ വെച്ച് ഇവർക്ക് ബോധം വന്നു കഴിഞ്ഞാൽ അത് ആ ഡൈവേഴ്സിനും പ്രശ്നമാണ്, ആ കുട്ടികളും പ്രശ്നമാണ്. 2 പേരും ആ സ്പോട്ടിൽ മരിക്കും. അതുകൊണ്ട് ഇവർ 2 പേരുടെ ജീവനും ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഒരു സെഡേഷന് മാത്രമാണ്. അത് ഭയങ്കര സേഫായിട്ട് ആ സെഡേഷൻ കൊടുക്കണമെന്നും എല്ലാവരും പരസ്പരം പറഞ്ഞിരുന്നു. പിന്നെ ആ ഒരു പോയിന്റിൽ ഇവർ ഡൈവ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു പോയിന്റിന് ശേഷം കേവിലെ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നേവി സീൽസ് മാറ്റിയിരുന്നു. അത് സഹായിച്ചത് അവിടുത്തെ നാട്ടുകാരും പുറത്തു നിന്നുള്ള കുറേ വോളണ്ടിയേഴ്സും വന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു ആ കേവിലെ കുറേ കൂടെ വെള്ളം അവർക്ക് എടുത്തു മാറ്റാൻ കഴിഞ്ഞത്. ആദ്യ ദിവസം അവർക്ക് 4 കുട്ടികൾ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു പോയിന്റിൽ അവരുടെ കോൺഫിഡൻസ് ഭയങ്കരധികം കൂടിയിരുന്നു. കാരണം അവർ ചെയ്ത ഈ പ്ലാന് വർക്കാവുന്നുണ്ടായിരുന്നു. അവർ ഒരു പോയിന്റ് വിചാരിച്ചിരുന്നില്ല ചിലപ്പോൾ ഇത് വർക്ക് ആയില്ലെങ്കിലും എന്ന് കുറേ പേർ തോന്നിയിരുന്നു. പക്ഷേ ഇത് വർക്കാവുന്നു അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നില്ല. ഈ 4 കുട്ടികളെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം അവർക്ക് കംപ്ലീറ്റ്ലി അവർക്ക് ഉറപ്പായി നമ്മുടെ പ്ലാൻ വർക്കാവുന്നുണ്ട്, എല്ലാ കുട്ടികളും സേഫായിട്ട് രക്ഷിക്കാം എന്നൊരു പോയിന്റിൽ അവർക്ക് എല്ലാവരും തോന്നി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ദിവസം 4 കുട്ടികൾ റെസ്ക്യൂ ചെയ്തു. അതിനടുത്ത ദിവസം 4 പേര്, അതിനടുത്ത ദിവസം 4 പേര്, പിന്നെ അസിസ്റ്റൻറ്റ് കോച്ച്. അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു പോയിന്റ് വരെ ഇവർ പ്ലാന് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ഇവർ ചെയ്ത പ്ലാനില്ലേ അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവർ സെറ്റ് ചെയ്ത മാസ്ക് ഇല്ലേ, ആ ഒരു എയർ പ്രഷർ, വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും ആ ഒരു വെള്ളം പ്രഷർ ഉപയോഗിച്ചിട്ട് വെള്ളം പുറത്തേക്ക് റിമൂവ് ചെയ്യുന്ന ഒരു മാസ്ക് ഇല്ലേ, അതിൻ്റെ കുട്ടിക്ക് തികയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കുട്ടി ആ ഒരു ഗ്യാങ്ങിലെ തന്നെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. ആ ഒരു കുട്ടിയുടെ ഫേസിന് ആ ഒരു മാസ്ക് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഇവരുടെ കയ്യിൽ ഒരു ഭയങ്കര ചെറിയൊരു മാസ്ക് ഉണ്ടായിരുന്നു. ആ മാസ്ക് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരില്ല ഒന്ന് ചിന്തിച്ചാലും ആ ഒരു മാസ്ക് കൈ വെച്ചിരുന്നത്. പക്ഷേ ആ ഒരു പോയിന്റിൽ അവർ ആ ഒരു മാസ്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ട് ആ ഒരു മാസ്ക് എടുത്തിട്ട് കുട്ടിയുടെ മുഖത്ത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാസ്ക് ആയിരുന്നു. ആ ഒരു മാസ്ക് മാക്സിമം ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മുഖത്ത് ഫിറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല. ഈ അവസാനത്തെ കുട്ടിയാണ്, പുറത്ത് എത്തിച്ചേ പറ്റൂ. എങ്ങാനും ഒരു പോയിന്റിൽ വെച്ചിട്ട് വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു എയർ പ്രഷർ കാരണം വെള്ളം പുറത്തേക്ക് പോകില്ല. ആ സമയത്ത് കുട്ടി മരിക്കും. പക്ഷേ അവർക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ആ ഒരു മാസ്കിനെ വിശ്വസിച്ചിട്ട് അവർ മാസ്ക് സെറ്റ് ചെയ്തിട്ട് ആ കുട്ടീനെ പുറത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതും സക്സസ്ഫുള്ളായിട്ട്
മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ അവർക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ കംപ്ലീറ്റ് മിഷനും അവസാനം വരെ ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. ആ കംപ്ലീറ്റ് കുട്ടികളെയും കോച്ചിനെയും ഒരു കുഴപ്പമില്ലാതെ ഡൈവേഴ്സിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഭയങ്കര വലുതായിരുന്നു റിസൾട്ട്. ഈ ഓപ്പറേഷൻ ഇടയ്ക്ക് കുറച്ച് തായ് നേവി സീൽസിന് ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടായി. അതിലൊരാൾ ഈ ഓപ്പറേഷന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് മരിച്ചു. അതുകൂടാതെ 2 തായ് നേവി സീൽസ് കൊല്ലപ്പെട്ടു. പിന്നെ തുടക്കത്തിൽ ഈ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ തായ് നേവി സീൽസിനും പിന്നെ ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സില്ലേ ഈ ഡൈവേഴ്സായിട്ട് വന്ന അവരുടെ ഇടയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവർ പരസ്പരം തമ്മിൽ അവരുടെ ഐഡിയോളജി അവരുടെ ഐഡിയാസും കാരണങ്ങളൊക്കെ പരസ്പരം പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർ 2 ഗ്രൂപ്പ് ഒരു പോയിന്റിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു എല്ലാ കുട്ടികളും സേഫായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇവർ 2 പേരും വേറെ ഐഡിയൊക്കെ ആയിരുന്നെങ്കിലും അവരൊരു പോയിന്റിൽ 2 പേരും ഒരുമിച്ചു. അതുകൊണ്ട് മാത്രമായിരുന്നു ഒരു പ്ലാന് ഒരു കുഴപ്പമില്ലാതെ സക്സസ് ആയത്. അല്ലെങ്കിൽ എന്തായാലും പോയിന്റ് വെച്ചിട്ട് ഫെയിലായി പോയേനെ.